ചിലുകിൽ പമ്പരം ശാന്തമീ രാത്രിയിൽ അന്തിമാനം പൂത്ത പോലെ. മലയാളികളുടെ ഏറ്റവും സുഖമുള്ള കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കി വെച്ചാണ് SP വെങ്കടേഷ് വിട പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട്. ഒരു കാലത്ത് ഞങ്ങൾ മലയാളികളുടെ AR റഹ്മാനും വിദ്യാസാഗറും ഇളയരാജയും ഒക്കെ SP വെങ്കടേഷ് ആയിരുന്നു. മറക്കാൻ പറ്റുമോ? 81 പ്രേമയുദ്ധം എന്ന തെലുഗു ചിത്രത്തിനാണ് SPB സ്വതന്ത്രനായി ആദ്യം മ്യൂസിക് ചെയ്തത്. TP ബാലഗോപാലൻ MAയിലാണ് അദ്ദേഹം സ്വതന്ത്രനായി പശ്ചാത്തല സംഗീതം നിർവഹിച്ചത്. 86 ലാലേട്ടന്റെ രാജാവിന്റെ മകൻ അദ്ദേഹത്തെ മലയാളത്തിലെ തിരക്കുള്ള പ്രിയപ്പെട്ട സംഗീത സംവിധായകനാക്കി. പിന്നെ ഒരു 10-14 വർഷത്തോളം മലയാളത്തിൽ SP വെങ്കടേഷ് യുഗം തന്നെയായിരുന്നു. നൂറിലധികം ഗാനങ്ങളാണ് അദ്ദേഹം മലയാളത്തിന് മാത്രം സമ്മാനിച്ചത്. കളഹംസം നീന്തും സത്യം പറഞ്ഞാൽ 80s 90s കിഡ്സിന്റെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ തന്നെ അത് SP വെങ്കടേഷ് ആണെന്ന് പറയാം. രാജാവിന്റെ മകൻ, നാടോടി, കിലുക്കം, ജോണി വാക്കർ, സ്ഫടികം, മിന്നാരം, മാന്ത്രികം, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, സൗഭാഗ്യം, ഇന്ദ്രജാലം, തുടർക്കഥ, ചുക്കാൻ, ധ്രുവം, കിഴക്കൻ പത്രോസ്, ഗാന്ധർവം, പൈതൃകം, വാത്സല്യം, കാബൂളിവാല, സോപാനം, അനിയൻ ബാവ, ചേട്ടൻ ബാവ, ഹൈവേ, മാന്നാർ മത്തായി സ്പീക്കിംഗ്, മിന്നാമിനുങ്ങിനും മിന്നുകെട്ട്, സൂപ്പർമാൻ, കുങ്കുമച്ചപ്പ്, ഒന്നാമൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം ഒരുക്കിയ അനശ്വര ഗാനങ്ങൾ. തീരങ്ങൾ തഴുകി വരേ പൊന്നും അക്കാലത്ത് വിജയിക്കാതെ പോയ സിനിമകൾ പോലും SPV ഒരുക്കിയ ഗാനങ്ങൾ കൊണ്ട് നമ്മൾ എക്കാലവും ഓർക്കും. മഞ്ഞച്ചരടിനുള്ളിൽ ചിത്ര ചേച്ചി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലാണ്. SPVയുടെ ദുഃഖഗാനങ്ങൾ ആരെയും ഇമോഷണൽ ആക്കും. SPVയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ നൽകുന്ന ഫീലിംഗ്സ് അത് വേറെ ലെവലാണ്. ശരിക്കും രവീന്ദ്ര മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും ഒപ്പം നമ്മൾ മലയാളികൾ എടുത്തു പറയേണ്ട വ്യക്തിത്വം. സ്വയം നനയുവാനോ നാടിപ്പൂങ്കവിളിൽ നാട 2026 ഫെബ്രുവരി 3 ചെന്നൈയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഈ അതുല്യ പ്രതിഭയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഓർമ്മകൾ ഓടക്കുഴലൂതുമ്പോൾ മാഞ്ഞുപോയത് മറ്റൊരു സംഗീത നിലാവാണ്.